എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ 5 ക്ലാസ്സുകളിലായിട്ട് ശബ്ദവിഭാഗത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ വാചകത്തെ നാമം, കൃതി, ഭേദകം എന്ന് 3ആയി തരംതിരിച്ചിട്ടുണ്ട് എന്നും നാമത്തിൻ്റെ വിഭാഗങ്ങളും പറഞ്ഞു, കൃതിയുടെ വിഭാഗങ്ങളും പറഞ്ഞു. ഇനി നോക്കാനുള്ളത് ഭേദകത്തിൻ്റെയും വിഭാഗങ്ങളാണ്. എന്താണ് ഭേദകം? എന്തിൻ്റെയെങ്കിലും ഒന്നിൻ്റെ ഗുണത്തെ കുറിക്കുന്ന ശബ്ദമാണ് ഭേദകം. ഈ ഭേദകം തന്നെയാണ് വിശേഷണം എന്ന പേരിലും അറിയപ്പെടുന്നത്. ഭേദകം എന്ന് പറഞ്ഞാൽ ഭേദിച്ച് കാണിക്കുന്നത് എന്നാണ് അർത്ഥം. ഭേദകം തന്നെയാണ് വിശേഷണം എന്ന പേരിലും അറിയപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് വിശേഷണം, എന്താണ് വിശേഷ്യം? ഇക്കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നോക്കാം. വിശേഷ്യം എന്ന് പറഞ്ഞാൽ എന്തിനെ പറ്റി പറയുന്നുവോ അതാണ് വിശേഷ്യം. ഉദാഹരണത്തിലൂടെ നോക്കാം. നമ്മൾ കുട്ടികളോട് പറയലില്ലേ, നല്ല കുട്ടിയാണെന്നൊക്കെ പറയാറില്ലേ? അപ്പോൾ നമ്മളിവിടെ ആരെ പറ്റിയാണ് പറയുന്നത്? ആ കുട്ടിയെ അല്ലേ നല്ല എന്ന വിശേഷം കൊടുത്തിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ കുട്ടിയാണ് ഇവിടെ വിശേഷ്യം. എന്തിനെ പറ്റി പറയുന്നുവോ അത് വിശേഷ്യം. ഈ വിശേഷ്യത്തെ പറ്റി നമ്മൾ എന്തു പറയുന്നുവോ, കുട്ടിയെ നമ്മൾ എന്താ പറഞ്ഞത്? നല്ല എന്ന് പറഞ്ഞില്ലേ, അതാണ് വിശേഷണം. വിശേഷ്യത്തെ പറ്റി എന്തു പറയുന്നുവോ അത് വിശേഷണം. ഉദാഹരണങ്ങൾ നോക്കാം. മെല്ലെ നടന്നു. നമ്മൾ ഏതിനെ പറ്റിയാ പറയുന്നത്? അവളുടെ നടത്തത്തെ പറ്റിയല്ലേ നമ്മൾ പറയുന്നത്. അവൾ എങ്ങനെയാ നടന്നത്? മെല്ലെ നടന്നു. അപ്പോൾ ഏതിനെ പറ്റി പറയുന്നുവോ അത് വിശേഷ്യം. നടത്തത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നടത്തം വിശേഷ്യം. അതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? അവള് മെല്ലെയാണ് നടന്നത്. അപ്പോൾ ആ മെല്ലെ എന്നുള്ളതാണ് വിശേഷണം. ഉറക്കെ കരഞ്ഞു. തണുത്ത വെള്ളം. വേഗം വിശേഷണവും വിശേഷ്യം ഏതാണെന്ന് എഴുതിയാട്ടെ. ഇനി ശ്രദ്ധിക്കുക, ഈ വിശേഷ്യം എന്ത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭേദകത്തെ 3ആയി തരംതിരിക്കുന്നുണ്ട്. വിശേഷ്യം നമ്മൾ എന്തിനെ പറ്റി പറയുന്നുവോ അതാണ് വിശേഷ്യം. അത് നാമത്തിൽപ്പെട്ടതാണോ, ക്രിയയിൽപ്പെട്ടതാണോ, വിശേഷണത്തിൽപ്പെട്ടതാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നാമവിശേഷണം, ക്രിയാവിശേഷണം, വിശേഷണ വിശേഷ്യം എന്ന് 3ആയി തരംതിരിക്കുന്നു. നമ്മൾ മുന്നേ എടുത്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്കത് തറ ആയിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി നമ്മൾ കൂടുതലൊന്നും പറയണ്ട. ഞാൻ ഉദാഹരണങ്ങൾ മാത്രം പറയാം. അതിൽ നിന്ന് നിങ്ങൾ തന്നെ വേർതിരിച്ചെടുക്കുക. 3 ഞാൻ ഉദാഹരണം പറയാം. ഒന്നാമത്തെ ഉദാഹരണം നല്ല അമ്മ. രണ്ടാമത്തത് വേഗത്തിൽ നടന്നു. മൂന്നാമത്തത് വളരെ വേഗത്തിൽ നടന്നു. ഒന്ന് നോക്കിയാട്ടെ. നല്ല അമ്മ. ഈ അമ്മ എന്നുള്ളത് നാമാണോ ക്രിയയാണോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അമ്മ എന്ന് പറയുന്നത് നാമമാണ്. അപ്പോൾ അത് ഏത് വിശേഷണത്തിൽ പെടുന്നു? നാമവിശേഷണത്തിൽ പെടുന്നു. വേഗത്തിൽ നടന്നു. നടന്നു എന്നുള്ളത് എന്താണ്? നാമമാണോ ക്രിയയാണോ? ക്രിയയാണ് അല്ലേ? ആ ക്രിയയാണ് വേഗത്തിൽ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ക്രിയയോടൊപ്പം ചേരുമ്പോൾ അതെന്തായി? ക്രിയാവിശേഷണമായി. ഇനി അടുത്തത് നോക്കാം. വളരെ വേഗത്തിൽ നടന്നു. ഇവിടെ വേഗത്തിൽ എന്ന വിശേഷണത്തെ വീണ്ടും വിശേഷിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്, വളരെ എന്ന് കൂട്ടിയിട്ട്. അപ്പോൾ 2 വരുമ്പോൾ വിശേഷണ വിശേഷ്യം. വളരെ എളുപ്പമല്ലേ? എന്നാൽ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ പിടിച്ചോ. ചെറുപയർ, ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളം. ഇതിൻ്റെ ഉത്തരമൊക്കെ കമൻറ്റ് ബോക്സിൽ കാണണേ. വളരെ നന്നായി പാടി. പാടുക എന്ന ക്രിയയെ ആദ്യം ഒന്ന് വിശേഷിപ്പിച്ചു, നന്നായി എന്ന് വിശേഷിപ്പിച്ചു, വീണ്ടും അത് വളരെ എന്ന് ഒന്നുകൂടി വിശേഷിപ്പിച്ചു. അപ്പോൾ അതെന്താകും? വിശേഷണമാകും. നന്നായി പാടി എന്ന് മാത്രമാണെങ്കിലോ പാടുക എന്ന ക്രിയയെ നന്നായി എന്ന് വിശേഷിപ്പിക്കുക മാത്രം ചെയ്തിരിക്കുന്നതിനാൽ അത് ക്രിയാവിശേഷണത്തിൽ പെടും. നീലത്താമര. താമര എന്നുള്ളത് നാമമാണോ ക്രിയയാണോ എന്ന് നോക്കുക. അപ്പോൾ അത് ഏതിൽ വരും? നാമവിശേഷണത്തിൽ വരും. അങ്ങനെ ആ ഭാഗം കഴിഞ്ഞു. നമ്മളിപ്പോൾ വിശേഷ്യം എന്ത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭേദകത്തെ 3ആയി തരംതിരിച്ചത്. ഇനി വിശേഷണം എന്ത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭേദകത്തെ 7ആയി തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ശുദ്ധം, സാർവനാമികം, സാഖ്യം, പാരിമാണികം, വിഭാവകം, നാമാങ്കജം, ക്രിയാങ്കജം. ഇനി നമുക്കതിലേക്ക് കടക്കാം. വിശേഷ്യത്തെ പറ്റി എന്തു പറയുന്നുവോ അതാണ് വിശേഷണം. വിശേഷണ പദം ഒരു ശുദ്ധരൂപമാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ശുദ്ധഭേദകം. ഈ ശുദ്ധരൂപത്തെ പറ്റിയിട്ട് നമ്മൾ ക്രിയയുടെ ക്ലാസ്സിലേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നാമത്തിൻ്റെ ശുദ്ധരൂപത്തിനെയാണ് പ്രകൃതി എന്ന് പറയുക. ക്രിയയുടെ ശുദ്ധരൂപത്തിനെയാണ് ധാതു എന്ന് പറയുക. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. കാണുന്നു, കാണണം, കണ്ടില്ല. ഈ ക്രിയാരൂപങ്ങളൊക്കെ ഏതിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് അറിയോ? കാൺ എന്ന ധാതുവിൽ നിന്നാണ്. അതിനെയാണ് ക്രിയയുടെ ശുദ്ധരൂപം എന്ന് പറയുന്നത്. ചെയ് എന്ന ധാതുവിൻ്റെ കൂടെ ഉന്നു കൂട്ടിക്കഴിഞ്ഞാൽ അതെന്താവും? ചെയ്യുന്നു എന്നാവും. അണം കൂട്ടിക്കഴിഞ്ഞാലോ ചെയ്യണം എന്നാകും. നമ്മളൊരു വാചകത്തിൽ എഴുതുമ്പം ചെയ്യുന്നു, ചെയ്യണം എന്നല്ലേ നമ്മൾ എഴുതുക? ചെയ് എന്നല്ലല്ലോ നമ്മൾ എഴുതുക. ഈ ചെയ്യാണ് പ്രകൃതി. അതിൻ്റെ കൂടെ പ്രത്യയം ചേരുമ്പോഴാണ് അത് പ്രയോഗിക്കാൻ സജ്ജമായ ഒരു ശബ്ദമായി മാറുന്നു എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതാണ്. അത് മനസ്സിൽ ഉണ്ടാവണം, എന്നാലേ ഇതൊക്കെ കിട്ടുള്ളൂ. ചെം എന്ന ധാതുവിൽ നിന്നാണ് ചെമപ്പ്, ചുകപ്പ്, ചുകന്നു എന്നൊക്കെ പദങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ചെം എന്ന ധാതു ഏതിൻ്റെയും വിശേഷണമായി വരുമ്പോൾ അതെന്താകും? ശുദ്ധഭേദകമായി മാറും. ചെം, ചെങ്കടൽ. ചെം, ചെന്താമര.
ഇതൊക്കെ ഏതിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം? ശുദ്ധഭേദകത്തിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ചെറു എന്ന ശുദ്ധരൂപം തേനിൻ്റെ വിശേഷണമായിട്ട് എഴുതുമ്പോൾ എങ്ങനെയാ എഴുതുക? ചെറുതേൻ. കുടലിൻ്റെ വിശേഷണമായിട്ട് എഴുതുമ്പോൾ എങ്ങനെയാ? ചെറുകുടൽ. തോണിയുടെ വിശേഷണമായിട്ട് എഴുതുമ്പോൾ ചെറുതോണി എന്നാകും. മനസ്സിലായല്ലോ? ഈ ശുദ്ധരൂപകങ്ങൾ സ്വതന്ത്രമായി നിലനിൽപ്പില്ല, മറ്റൊരു വാക്കിനോട് ചേരുമ്പോഴാണ് അതിന് നിലനിൽപ്പുണ്ടാകുന്നത്. വൻ എന്ന ശബ്ദം, അതിനെ കൊണ്ട് പദം ഉണ്ടാക്കി നോക്കിയേ. വലുത്, വലുതാകണം, വലുതാകുന്നു എന്നീ പദങ്ങളൊക്കെ ഉണ്ടാകുന്നില്ലേ? ആ വൻ മറ്റൊന്നിൻ്റെ വിശേഷണമായിട്ട് വരുമ്പോൾ വൻ പയർ, വൻമതിൽ, വൻകുടൽ, അവിടെ വൻ എന്നുള്ളത് വിശേഷണമായി വരുന്നില്ലേ? അങ്ങനെ വരുന്നതാണ് ശുദ്ധഭേദകത്തിൽ വരുന്നത്. ഒന്നുകൂടി പറയാം, ശബ്ദത്തിൻ്റെ ശുദ്ധരൂപം വിശേഷണമായി വരുന്നതാണ് ശുദ്ധഭേദകം. വ്യക്തമായില്ലേ? അടുത്തത് സാർവനാമികം. വിശേഷണമായി സർവനാമം വരുന്നതാണ് സാർവനാമികം. പ്രധാനമായും ചുട്ടെഴുത്തുകളാണ് ഇവിടെ വിശേഷണമായി വരുന്നത് എന്നത് ഓർക്കുക. എന്താണ് ചുട്ടെഴുത്ത്? അതറിയില്ലേ? ചൂണ്ടിക്കാണിക്കാനുള്ള അക്ഷരമാണ് ചുട്ടെഴുത്ത്. അവിടെ എന്ന് പറയുമ്പോൾ ആ, ഇവിടെ എന്ന് പറയുമ്പോൾ ഈ, എവിടെ എന്ന് ചോദിക്കുമ്പോൾ എ, ആ, ഈ, എ ഒക്കെയാണ് ചുട്ടെഴുത്തായിട്ട് വരുന്നത്. ഈ ചുട്ടെഴുത്തുകൾ വിശേഷണമായി വരുന്നതാണ് എന്ത്? സാർവനാമികം. ഉദാഹരണം, അവിടം, ഇവിടം, എവിടം, അദ്ദേഹം, ഇദ്ദേഹം, അയാൾ, ഇയാൾ, ഇതൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് അവിടം, ഇവിടം എന്നീ ഉദാഹരണങ്ങൾ എഴുതുക. എന്നിട്ട് എങ്ങനെയാണ് സർവനാമം വിശേഷണമായി വരുന്നത് എന്ന് നോക്കാൻ അവിടം എന്ന വാക്കിനെ വിശേഷണ വിശേഷ്യം തിരിച്ചാട്ടെ. എന്തിനെ പറ്റിയാണോ നമ്മൾ പറയുന്നത് അതാണ് വിശേഷ്യം. ഇവിടെ ഇടത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇടം എന്നുള്ളത് വിശേഷ്യവും അതിനെ വിശേഷിപ്പിക്കുന്നത് ഏതാണ്? ആ, അവിടം. ആ എന്നത് വിശേഷണവുമാകുന്നു. അങ്ങനെയാണ് സർവനാമം വിശേഷണമായി വരുന്നത്. അതിനെയാണ് സാർവനാമികം എന്ന് പറയുന്നത്. വ്യക്തമായല്ലോ? ഇതിൽ കൂടുതൽ ഇനി പറയണ്ടല്ലോ. എവിടം എന്ന പദം കൂടി വിശേഷണ വിശേഷ്യം തിരിച്ചു നോക്കുക. അപ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ, ഈ, എ എന്നീ ചുട്ടെഴുത്തുകൾ വിശേഷണമായി വരുന്നത് സാർവനാമികം. അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് സാംഖ്യം. അത് പേരിൽ തന്നെ ഉണ്ടല്ലോ, സാംഖ്യം. സംഖ്യ തന്നെ വിശേഷണമായി സംഖ്യാപദം വരികയാണെങ്കിൽ അത് സാംഖ്യം. മുക്കണ്ണൻ, 3 കണ്ണുള്ളവനെയല്ലേ നമ്മൾ മുക്കണ്ണൻ എന്ന് പറയാ. ദശപുഷ്പം, നവരസം, അഷ്ടലക്ഷ്മി, അഷ്ടം, 8, ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ടല്ലോ. സംഖ്യ വരുന്നുണ്ടെങ്കിൽ അത് സാംഖ്യം. എന്നാൽ അളവ് വരുന്നുണ്ടെങ്കിലോ അത് പാരിമാണികം. അളവിനെ കുറിക്കുന്ന പദം വിശേഷണമായി വരുന്നുണ്ടെങ്കിൽ അത്ര, ഇത്ര, എത്ര, ധാരാളം, കൂടുതൽ, കുറച്ച്, ഒരു പിടി, ഇരുനാഴിപ്പാല്, 2 ഇടങ്ങഴി പയർ എന്നൊക്കെ പറയുന്നില്ലേ? അതൊക്കെ അളവല്ലേ? നാഴിയരി എന്നൊക്കെ പറയുന്നത് ഒരു അളവാണ്. ആ അളവ് വിശേഷണമായി വരുന്നുണ്ടെങ്കിൽ അത് പാരിമാണികം. 6 കിലോ ശർക്കര, 1 ചാക്കരി, ഇതൊക്കെ പറയുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി അല്ലേ? അത് പാരിമാണികം. പലർക്കും സാംഖ്യവും പാരിമാണികവും തമ്മിൽ മാറിപ്പോകാറുണ്ട്. അതൊന്നുകൂടി വ്യക്തമാക്കി തരാം. 100 പഴം എന്ന് പറയുന്നത് സംഖ്യയാണ്, അത് സാംഖ്യത്തിൽ വരുന്നതാണ്. എന്നാൽ 100 കിലോ പഴം എന്ന് പറയുന്നത് അവിടെ ഒരു അളവിനെ പറയുന്നതാണ്, അത് പാരിമാണികമാണ്. ഇപ്പൊ വ്യക്തമായല്ലോ? അടുത്തതാണ് വിഭാവകം. വിഭാവം എന്ന് പറഞ്ഞാൽ സ്വഭാവം. ഏത് വസ്തുവിനെയാണോ വിശേഷിപ്പിക്കുന്നത് ആ വിശേഷ്യ വസ്തുവിൻ്റെ സ്വഭാവത്തെ അല്ലെങ്കിൽ ഗുണത്തെ കാണിക്കുന്നതിനെയാണ് വിഭാവകം എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാം. മിടുക്കനായ കുട്ടി. ഇവിടെ കുട്ടിയുടെ ഏത് ഗുണത്തെയാണ് പറയുന്നത്? മിടുക്ക് എന്ന ഗുണത്തെ. കറുത്ത പശു. ഇവിടെ പശുവിൻ്റെ ഏത് വിശേഷണമാണ്? കറുപ്പ് എന്ന വിശേഷണമാണ് പറയുന്നത്. ഭംഗിയുള്ള വീട്, അഴകുള്ള പൂവ്, ആ പൂവിൻ്റെ ഗുണമാണ് അഴക് എന്നുള്ളത്. അങ്ങനെ വിശേഷ്യ വസ്തുവിൻ്റെ സ്വഭാവത്തെ അല്ലെങ്കിൽ ഗുണത്തെ കാണിക്കുന്നതാണ് വിഭാവകം. ഇനി പഠിക്കാൻ ബാക്കിയുള്ളത് നാമാങ്കജവും ക്രിയാങ്കജവുമാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പേരച്ചം, വിനയച്ചം എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്താണ് പേരച്ചം? അപൂർണ ക്രിയ ഏതിന് കീഴടങ്ങി നിൽക്കുന്നുവെങ്കിൽ, നാമത്തിന് കീഴടങ്ങി നിൽക്കുന്നുവെങ്കിൽ അതിന് പേരച്ചം എന്ന് പറയുന്നു. അപൂർണ ക്രിയ ക്രിയയ്ക്ക് കീഴടങ്ങി നിൽക്കുന്നുവെങ്കിൽ അതിന് വിനയച്ചം എന്ന് പറയുന്നു. അത് തന്നെയാണ് നാമാങ്കജവും ക്രിയാങ്കജവും. നാമാങ്കജത്തിന് ഉദാഹരണം നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം. പെറ്റമ്മ. പെറ്റ എന്ന അപൂർണ ക്രിയ ഏതിന് കീഴടങ്ങി നിൽക്കുന്നു? അമ്മ എന്ന നാമത്തിന്. അത് നാമാങ്കജം. കെട്ടിയ പെണ്ണ്. കെട്ടിയ എന്ന അപൂർണ ക്രിയ ഏതിൻ്റെ വിശേഷണമായിട്ട് വരുന്നു? പെണ്ണിൻ്റെ വിശേഷണമായിട്ട് വരുന്നു അല്ലേ? അതാണ് നാമാങ്കജം. അടുത്തത് ക്രിയാങ്കജത്തിന് ഉദാഹരണം നോക്കാം. കേട്ട് പാടി. പാടുക എന്നതിൻ്റെ വിശേഷണമായിട്ട് വരുന്നത് എന്താണ്? കേട്ട് എന്ന അപൂർണ ക്രിയയാണ് വരുന്നത്. മുറുകെ പുണർന്നു. പുണരുക എന്നതിൻ്റെ വിശേഷണമായിട്ട് വരുന്നത് മുറുകെ. അങ്ങനെ ഭേദകങ്ങളുടെ ഉൾപ്പിരിവുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഏതൊക്കെയാണ്? ശുദ്ധം, സാർവനാമികം,
പാരിമാണികം, സാംഖ്യം, വിഭാവകം, നാമാങ്കജം, ക്രിയാങ്കജം. ഒന്നുകൂടി ക്രോഡീകരിച്ച് പറയാം. സ്വതന്ത്രമായി നിലനിൽപ്പില്ലാത്ത ശുദ്ധരൂപകങ്ങളാണ് വിശേഷണമായി വരുന്നതെങ്കിൽ അത് ശുദ്ധഭേദകം. ചുട്ടെഴുത്തുകൾ ആ, ഇ, എ എന്ന ചുട്ടെഴുത്തുകൾ വിശേഷണമായി വരുന്നത് സാർവനാമികം. അളവിനെ വിശേഷണമായി ഉപയോഗിക്കുമ്പോൾ അതെന്താകും? പാരിമാണികമാകും. സംഖ്യാശബ്ദമാണ് വിശേഷണമായി വരുന്നതെങ്കിൽ അത് സാംഖ്യത്തിൽ വരും. എന്നാൽ സ്വഭാവത്തെ, ഗുണത്തെ വിശേഷണമായി ചേർക്കുമ്പോൾ അത് വിഭാവകമാകും. പേരച്ചം വിശേഷണമായി വരുമ്പോൾ നാമാങ്കജവും വിനയച്ചം വിശേഷണമായി വരുമ്പോൾ അത് ക്രിയാങ്കജവുമാകുന്നു. ഇതോടുകൂടി ഭേദകം ഇവിടെ അവസാനിക്കുകയാണ്. കേൾക്കുക, പഠിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.